വയനാട് ഉരുൾപൊട്ടൽ ദുരന്തഭൂമിയിൽ നിന്നും സൈന്യം മടങ്ങുന്നു. ബെയിലി പാലം ശക്തിപ്പെടുത്തുന്നതിനും ഹെലികോപ്റ്റർ നിരീക്ഷണത്തിനുമുള്ള ടീം മാത്രം തുടരും. മറ്റു സംഘങ്ങൾ മടങ്ങും. ദൗത്യ ചുമതല സൈന്യം പൂർണ്ണമായും കൈമാറി. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ഇനി മുതൽ സൈന്യം മടങ്ങുകയാണ്. ഇനി മുതൽ ഫയർഫോഴ്സും NDRF മാത്രമായിരിക്കും അവിടെ തുടരുക എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കാളിദാസ്, ഈ സൈന്യം ഇനിയിപ്പോൾ പൂർണ്ണമായും മടങ്ങുകയാണ്. സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് വിഭാഗം മാത്രമാണ് ഇവിടെ ഉണ്ടാകുക. നേരത്തെ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട ടീം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു, പക്ഷേ അവരും ഉണ്ടാകില്ല. പകരം ഈ ബെയിലി പാലം ശക്തിപ്പെടുത്താനുള്ള ഒരു ടീം മാത്രമാണ് ഇവിടെ ഉണ്ടാകുക. സമാനതകളില്ലാത്തൊരു രക്ഷാദൗത്യം തന്നെയാണ് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നിർവഹിച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ കാണാം, സൈനിക ഉദ്യോഗസ്ഥർ ഇതുവഴി ഈ ബെയിലി പാലത്തിലൂടെ അവർ കടന്നു പോകുന്ന ഒരു കാഴ്ച. ADGP MR അജിത് കുമാർ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. തത്സമയം ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സൈനിക ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഇവിടെ സന്ദർശിക്കുന്നു. സ്വാഭാവികമായും ഇനി സൈന്യം ഇവിടെ നിന്ന് മടങ്ങുകയാണ്. ക്ഷമിക്കണം, ഇത് സൈനിക ഉദ്യോഗസ്ഥർ മാത്രമല്ല, അതിൽ പോലീസും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുമുണ്ട്. ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമുണ്ട്. എന്തായാലും സൈന്യം മടങ്ങുകയാണ്. കാരണം സമാനതകളില്ലാത്തൊരു രക്ഷാദൗത്യം നിർവഹിച്ച് മലയാളിക്കൊരു ദുരന്തമുണ്ടായപ്പോൾ, വയനാട്ട് ഒരു ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ഒരു സാഹചര്യത്തിൽ രക്ഷകരായി എത്തിയ സൈന്യം, ഇന്ത്യൻ ആർമി ഒരുപാട് നമുക്ക് ഇവിടെ നിരവധി പേരെ കണ്ടെത്താൻ സഹായിച്ചു. നിരവധി പേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സൈന്യത്തിന്റെ ഇടപെടൽ കൊണ്ട് സാധിച്ചു. നേരത്തെ ഈ കാണുന്ന ചൂരൽമലയെയും ഒപ്പം തന്നെ മുണ്ടക്കൈയെയും തമ്മിൽ വേർതിരിക്കുന്ന പാലം ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പൂർണ്ണമായും തകർന്നിരുന്നു. ആ പാലത്തിന് പകരമാണ് ഇപ്പോൾ ചരിത്രപരമായി ഈ ബെയിലി പാലം ഇവിടെ നിർമ്മിച്ച്, ഈ ബെയിലി പാലം പൂർണ്ണമായും ഇനി ഇവിടെ ഒരു പകരം പാലം വരുന്നത് വരെ ഈ ബെയിലി പാലം ഇവിടെ തുടരുമെന്ന് അറിയിച്ചാണ്, ഒരു സമ്മാനം പോലെ നൽകിയാണ് സൈന്യം ഇവിടെ നിന്ന് മടങ്ങുന്നത്. കൂടാതെ ഈ 90 അടി നീളമുള്ള ഒരു ഏകദേശം 190 അടി നീളമുള്ള ഈ ഒരു പാലം, ഇതിൽ തന്നെ ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. ആ ഒരു പാലം നമുക്ക് ഇവിടെ കാണാം. ഈ ഒരു ബെയിലി പാലം ബലപ്പെടുത്തുന്ന സംഘം മാത്രമാണ് ഇവിടെ തുടരുക. സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ടീം ഇവിടെയുണ്ട്. അവരെല്ലാം തന്നെ ഈ പാലത്തിന്റെ അടിത്തട്ട് ഇപ്പോഴും ശക്തിപ്പെടുത്തുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുന്നുണ്ട്. പാലത്തിന്റെ അടിയിൽ കരിങ്കല്ലുകൾ കൊണ്ട് പാകി അവിടെ കൂടുതൽ അത് ദൃഢപ്പെടുത്തുകയാണ്. ഇവിടെ ഇനിയൊരു പകരം പാലം വരുന്നത് വരെ സൈന്യത്തിന്റെ ഈ ഒരു സംഘം മാത്രം ഇവിടെ തുടരും. മറ്റ് ചുമതലകളെല്ലാം തന്നെ സൈന്യം പൂർണ്ണമായും കൈമാറിക്കഴിഞ്ഞു. NDRFനും അഗ്നിരക്ഷാ സേനയ്ക്കുമാണ് ഇനി തെരച്ചിലിന്റെ ചുമതലയുണ്ടാവുക. നേരത്തെ ഈ സൂചിപ്പാറ പോലുള്ള ദുർഘടമായ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളും ഒപ്പം ശരീരഭാഗങ്ങളും എല്ലാം തന്നെ എയർലിഫ്റ്റിംഗ് നടത്തി സൈന്യം കൃത്യമായ രീതിയിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനുൾപ്പെടെ ഇടപെട്ടിരുന്നു. 3 പേർ അവിടെ കുടുങ്ങിപ്പോയപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ സൈന്യമുണ്ടായിരുന്നു. സൈന്യത്തിന്റെ ഹെലികോപ്റ്ററെല്ലാം തന്നെ ഇവിടെ ഈ ഗ്രൗണ്ടിൽ, ഈ മണ്ണിൽ ഇറങ്ങിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ ദുരന്ത ഭൂമിയിൽ ഇറങ്ങിക്കൊണ്ട് കൃത്യമായ രീതിയിലുള്ള ഒരു രക്ഷാദൗത്യമാണ് അവർ നിർവഹിച്ചത്. എങ്ങനെ മലയാളി നന്ദി പറയണമെന്ന് അറിയില്ല. കാരണം ഒരു ബിഗ് സല്യൂട്ടാണ് മലയാളിക്ക് സൈന്യത്തോട് നൽകാനുള്ളത്. കാളിദാസൻ, തീർച്ചയായും നമ്മളെല്ലാവരും ഉറക്കത്തിലായിരിക്കുമ്പോഴും ഉറക്കമിളച്ച് രാജ്യത്തെ കാക്കുന്നവർ അവർ ഇവിടെയും ഉണ്ടായിരുന്നു. ഈ ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ ഒപ്പമുണ്ടായിരുന്നതും ഈ ഇന്ത്യൻ സൈന്യം തന്നെയാണ്. വലിയൊരു ആദരം തന്നെയാണ് ആ ഒരു സൈന്യം ഇപ്പോൾ വലിയൊരു ആദരം തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം പറഞ്ഞാൽ തീരാത്തത്രയും നന്ദിയാണ് സൈന്യത്തോടുള്ളത്. തീർച്ചയായും എന്തായാലും സൈന്യം മടങ്ങുകയാണ്. അവരുടെ ഭീമമായൊരു പ്രവർത്തനക്ഷമത കാഴ്ചവെച്ച് അവർ മടങ്ങുകയാണ്. അതേപോലെ തന്നെ ആകെ ഇനിയും അവിടെ നിലനിൽക്കുക പാലം ശക്തിപ്പെടുത്തുന്നതിനായിട്ടുള്ള സംഘം മാത്രമാണ്. ദൗത്യ ചുമതല സൈന്യം പൂർണ്ണമായും കൈമാറിയിരിക്കുന്നു. വിശദാംശങ്ങളാണ് റിയാസ് KMR നൽകിയത്.